മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ ഇന്ന് രാജ്യത്തേക്ക് എത്തിയിട്ട് വലിയ വീരപരിവേഷമൊക്കെ നേടാൻ ഒരു കുതന്ത്രമൊക്കെ നടത്തിയിരുന്നു. അതൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടി അങ്ങ് അടിച്ചങ്ങ് അമർത്തിക്കാഞ്ഞു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം. നമുക്ക് ആ വിഷയത്തിലേക്ക് പോവാം. അതിനു മുമ്പേ ആയിട്ട് ഇത് കഴിഞ്ഞ ദിവസം തന്നെ നിരന്തരം നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളില് മോദിക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ, അതേപോലെ തന്നെ പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടും പ്രതിപക്ഷ ഐക്യത്തിന് വേണ്ടിയിട്ടും സംസാരിക്കുന്ന ഫസൽ ഗഫൂർ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞിരുന്നു, ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്, ഒരു പുല്ലും ഇതിനെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നുള്ളത് ഫസൽ ഗഫൂർ പറയുന്നത് തന്നെ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞാനൊരു അഭിപ്രായം പറയാം. എൻ്റെ അഭിപ്രായത്തിൽ ഇതിപ്പോൾ ഷേക്സ്പിയർ പറഞ്ഞ മച്ച് അഡോ അബൌട്ട് നത്തിങ്. അതായത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് തീരുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നമ്മൾ പഠിക്കണം. അതിലേറ്റവും വലിയ പ്രക്ഷോഭം ഏതാണൊക്കെ എനിക്ക് ഓർമ്മയുള്ള നവനിർമ്മാൺ സമിതി എന്ന പേരിൽ ഗുജറാത്തിൽ നടത്തിയിട്ടുള്ള അന്ന് ചിമ്മൻഭായ് പട്ടേലിനെതിരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ സമരം. അത് പടർന്നു പിടിച്ചതിന് ശേഷം അത് ബീഹാറിലെത്തുകയും അവിടെ ജയപ്രകാശ് നാരായണ നേരെ സമ്പൂർണ്ണ ക്രാന്തി എന്ന പേരിൽ വരികയും അത് പിന്നീട് എമർജൻസിയിലോട്ട് വഴിയൊക്കെ ചെയ്താണ്. ഇത് അതുമാതിരിയുള്ള ഒരു സാധനമല്ല. കാരണം എന്താ വെച്ചാൽ ഇതിന് ഒരു കുറേ വാട്സപ്പിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു, എന്നിട്ട് പറയുന്ന 2 കോടി ആൾക്കാർ അവിടെ വരുമോ എന്ന് നിങ്ങളുടെ റിപ്പോർട്ടർക്ക് സംശയം. 2 കോടി എവിടെ നിന്ന് വരാനാണെന്നേ, അതിനുള്ള ലോജിസ്റ്റിക്സ് അവിടെ നിങ്ങൾ കേട്ടില്ലേ? ഇവിടെ മാധ്യമങ്ങളാണ് ഇതൊക്കെ വളരെ വലിയ രീതിയിൽ ആവേശമാക്കുന്നത്. ഈ 2 കോടി ഫോളോവേഴ്സ് ഒക്കെ ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഉണ്ട് എന്ന് കരുതിയിട്ട് അതിന്റെ 1%, അതായത് ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആളുകളൊക്കെ ജന്തർ മന്ദിറിലേക്ക് അങ്ങ് എത്തുമെന്നൊക്കെ ആരെങ്കിലും വിശ്വസിക്കൂ? കൃത്യമായിട്ട് ഫസൽ ഗഫൂർ തന്നെ പറയുന്നു, ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്, അതിലൊപ്പുറം ഒന്നും സംഭവിക്കില്ല എന്ന്. രാജ്യവിരുദ്ധ നിലപാടുള്ള സകല ആളുകളും കൃത്യമായിട്ട് തന്നെ കേട്ട് മനസ്സിലാക്കിക്കോളൂ. ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്കൊന്നും നമ്മുടെ രാജ്യത്തിനെതിരെ ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഇതൊരു രാജ്യവിരുദ്ധ സംഘടനയാണ്. ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഒരു തർക്കവും വേണ്ട, നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യവുമായിട്ട് രൂപീകരിച്ചതാണ്. ഒരുപക്ഷെ ഇവിടെയൊക്കെ കാണുന്ന ആളുകൾ ആരെങ്കിലും അതിനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിഷ്കളങ്കമായിട്ട് പോയിട്ട് ഫോളോ ചെയ്തതാവാം. നമ്മൾ എടുത്തു പറയുന്നത്, ഇത് രൂപീകരിച്ചതിൽ ഇതിന്റെ നേതൃത്വത്തിന് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്, നമ്മുടെ രാജ്യത്തെ തകർക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ചെറിയൊരു തുടക്കത്തിന്റെ ഒരു ശ്രമം നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് തെളിവ് സഹിതം മുന്നോട്ട് വെക്കാം. അതായത് ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ ഇന്ന് ഡൽഹിയിലേക്ക് വരുമ്പോ കൃത്യമായിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്, ജന്തർ മന്ദിറിലാണ് വളരെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുക എന്നുള്ളത്. നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി പോലും കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, 7 ദിവസം മുമ്പേ തന്നെ ജന്തർ മന്ദിറിൽ പ്രോഗ്രാം നടത്തുമ്പോൾ, പ്രതിഷേധം നടത്തുമ്പോൾ അവിടെ എന്ത് നടത്തുകയാണെങ്കിലും സമ്മതം വാങ്ങണം, അതായത് പോലീസിൽ നിന്ന് അനുവാദം വാങ്ങണം, അനുമതി വാങ്ങണം എന്നുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യവും ചെയ്തിട്ടില്ല. എന്നിട്ട് കൃത്യമായിട്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ, നിങ്ങൾ വിമാനത്താവളത്തിലേക്കല്ല വരേണ്ടത്, നിങ്ങൾ പാർലമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് എത്തേണ്ടത്. അവിടെയൊക്കെ എത്തിയിട്ട് അവിടെ നിന്ന് വരുന്ന ദിവസം തന്നെ സമ്മതം വാങ്ങുമ്പോൾ അത് നിഷേധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പോലീസ് സ്റ്റേഷനിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കുക എന്നതായിരുന്നു ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകൻ അഭിജിത്തിന്റെ ലക്ഷ്യം. ഇന്ത്യയിലേക്കുള്ള ഈ വരവിൽ തന്നെ അഭിജിത്ത് പ്രതീക്ഷിച്ചോ പിടിച്ച് ജയിലിൽ തള്ളുമെന്ന്. അങ്ങനെ ഒരു വീരപരിവേഷം നേടാൻ ഒരു ശ്രമം നടന്നു. രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന മണ്ടന്മാരാണ് എന്നാണോ ഇവരൊക്കെ കരുതിയത്? ഒരു തരത്തിലും തൊട്ടിട്ടില്ല. മറിച്ച് അന്വേഷണങ്ങൾ നടത്തി ഓരോ ചലനങ്ങളും ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട സകല അന്വേഷണ ഏജൻസികളും അന്വേഷിച്ചു കൊണ്ടിരുന്നു. പോലീസ് അനുമതി തേടി, പോലീസിനോട് കൊടുത്തു. 7 ദിവസം ഒന്നും കാത്തു നിന്നില്ല, കൊടുത്തു. കാരണം എന്താ? ഒരു വീരപരിവേഷം കൊടുക്കാൻ BJP ഇവിടെ ഒരു അവസരം പോലും കൊടുത്തില്ല. സ്വാഭാവികമായിട്ടും അത് നേരെ ജന്തർ മന്ദിറിലേക്ക് എത്തുന്നു, അവിടെ ഒരു പുല്ലും സംഭവിച്ചില്ല. കുറഞ്ഞ ആളുകൾ, അതായത് 100 കണക്കിന് ആളുകൾ എന്ന് വേണമെങ്കിൽ പറയാം, 2 കോടിയിലധികം ഫോളോവേഴ്സ് ഉള്ളൊരു പാർട്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ കൊട്ടിഘോഷിച്ച ഫസൽ ഗഫൂർ പോലും പറയുന്നത് ഇത് മീഡിയാസിലൊതുങ്ങും, ഇതിലപ്പുറമൊന്നും ഒരു ചൊക്കും, ഇതൊരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണെന്ന് പ്രതിപക്ഷ നിരക്ക് വേണ്ടി
BJP വിരുദ്ധരായ, കേന്ദ്ര സർക്കാർ വിരുദ്ധരായിട്ടുള്ള നിരന്തരം ഈ പറയുന്ന ഫസൽ ഗഫൂർ അത്തരത്തിലാണ് പ്രമുഖ മാധ്യമങ്ങളിൽ സംസാരിക്കാറുള്ളത്. അത്തരം ഒരാൾ പോലും പറയുന്നു ഇതിനെ കൊണ്ടൊന്നും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കൂല എന്ന്. ഇനി നമ്മുടെ കേന്ദ്ര സർക്കാർ എത്രത്തോളം ശക്തമാണ് എന്നുള്ളതും ഇതേ ഫസൽ ഗഫൂർ പറയുന്നുണ്ട്. നിങ്ങൾ അതൊന്ന് കേട്ടോക്കൂ. ഞാൻ നോക്കിയിട്ട് എന്താ അറിയോ, ഇത് മെയിൻലി ഇത് മീഡിയയിലാണ് ഇത് കൊണ്ടു നടക്കുന്നത്. മീഡിയയിൽ കൊണ്ടു നടക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതൊരു ഉപരി വിപ്ലവമായിട്ടുള്ളൂ ഞാൻ ഇപ്പോൾ കാണുന്നുള്ളൂ. ഇതിനെ താഴത്തെത്തിക്കാൻ വലിയ പ്രയാസമാണ്. ഈ നമ്മൾ നേപ്പാളിൽ ചെറിയ ജനസംഖ്യയുള്ള നേപ്പാളോ അല്ലെങ്കിൽ ശ്രീലങ്കയിലൊക്കെ ഉണ്ടായ മാറ്റം, അതൊക്കെ വലിയ സംഭവങ്ങളുണ്ട്. അവിടുത്തെ പ്രസിഡന്റിനെ വരെ മാറ്റം, രാജപക്ഷനെ മാറ്റേണ്ട ഇടയാണ്. ഇതിപ്പോൾ ഒരു പരീക്ഷയുടെ പ്രശ്നത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള CBSEയുടെ മുകളിലൊക്കെ ഉള്ള പ്രശ്നം, അത് ഈ രാജ്യവ്യാപകമായിട്ടൊരു പ്രക്ഷോഭമായി മാറ്റുക എന്നുള്ള എൻ്റെ അഭിപ്രായത്തിൽ എളുപ്പമുള്ള ഒരു കാര്യമല്ല. പ്രത്യേകിച്ച് ശക്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ്, ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് ശക്തമായിരുന്നല്ലോ എമർജൻസി കാലത്ത്, അതേമാതിരി ശക്തമായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇവിടെ നിൽക്കും, സെൻട്രൽ ഗവൺമെൻറ് നിൽക്കുമ്പോൾ അതിന് എതിരായിട്ട് ഓഫ് കോഴ്സ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പല മീഡിയകളിലൊക്കെ പറഞ്ഞ ഇതൊരു ഭയങ്കര സംഭവമായിട്ട് ഒരു ഇടിത്തിയായിട്ട് വീഴും എന്നൊക്കെ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ വ്യക്തിപരമായിട്ട് ശശി തരൂറിന് എന്ത് വേണമെച്ചാൽ പറയാം, മൈത്ര മഹോക്കും എന്ത് വേണമെച്ചാൽ പറയാം, അവർക്ക് പങ്കെടുക്കാതിരിക്കുക ചെയ്യാം. പക്ഷേ ഇതിനെ ഒരു പ്രക്ഷോഭമായി മാറ്റിയിട്ട് ഈ രാജ്യത്ത് വ്യാപകമായിട്ടുള്ള ഒരു എന്താ പറയുക രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇത് വ്യതിചലനങ്ങൾ മാറ്റാൻ പറ്റുമെന്നുള്ള തോന്നലൊന്നും എനിക്കില്ല. ഇത് നമുക്ക് കണ്ടറിയണം ഇതാണെന്നുള്ളത്. കാരണം കേട്ടില്ലേ, രാജ്യം ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തി അറിയുന്ന ആളുകൾക്ക് ഒരിക്കലും ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഇവിടെ മലമറിക്കാൻ സാധിക്കുമെന്നൊന്നും അവർ വിശ്വസിക്കില്ല. അതാണ് ഈ ഫസൽ ഗഫൂർ കൃത്യമായിട്ട് പറഞ്ഞത്. ഇവിടെ ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയെ കൊണ്ട് ഒരു പുല്ലും ചെയ്യാൻ സാധിക്കൂല. ഇവിടെ ശക്തമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമുണ്ട്. ഈ പറയുന്ന നേപ്പാളിലെയും ബംഗ്ലാദേശിലെയൊന്നും പോലെ ഇവിടെ അങ്ങ് മലമറയ്ക്കാമെന്നൊന്നും ഒരുത്തനും കരുതണ്ട, ഒരു രാജ്യവിരുദ്ധരും കരുതേണ്ട. ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടി രാജ്യവിരുദ്ധ സംഘടനയാണ്, ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. അവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. അവർ ഈ രാജ്യത്തെ തകർക്കാൻ തന്നെയാണ് തുനിഞ്ഞിറങ്ങിയിട്ടുള്ളത്. അതിൽ ഇതൊന്നും അറിയാതെ പോകുന്ന കുറച്ച് ഫോളോവേഴ്സിന്റെ കാര്യമല്ല നമ്മൾ എടുത്തു പറയുന്നത്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് ഈ രാജ്യം തകർക്കണമെന്ന് തന്നെയാണ് ലക്ഷ്യം. അതിന് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ ഉപയോഗിച്ച് ചില ഗിമ്മിക്കുകൾ കാട്ടിയിട്ട് ഇവിടെ കലാപത്തിലൊക്കെ ഇറങ്ങാമെന്നൊക്കെയാണ് ഇവരൊക്കെ. അതൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ ശക്തമായൊരു ഭരണ സംവിധാനമുണ്ട്. ഞാൻ ഇവിടെയുള്ള കോൺഗ്രസ് പ്രതിനിധികളോടാണ്, കുറച്ചായിട്ട് ഇവരും ഈ പറയുന്ന കോക്രോച്ച് ജനതാ പാർട്ടിയെ പൊക്കിപ്പിടിച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് നാണമില്ലേ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്തുണച്ചിങ്ങനെ മുന്നോട്ട് പോവാൻ? നിങ്ങൾ എന്താ ഇവിടെ നിരന്തരം പറയുന്നത് രാജ്യത്ത് തൊഴിൽ പ്രശ്നമുണ്ടോ, യുവാക്കൾക്ക് പ്രശ്നമുണ്ടോ, മോദി വെറുക്കപ്പെട്ടവനാണോ, മോദി അങ്ങനെയാണോ, മോദി ഇങ്ങനെ? ഇത്രയും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയേക്കാൾ വലിയൊരു പാർട്ടിയല്ലേ? നിങ്ങൾ ആളെ ഇറക്കിയിട്ട് സമരം ചെയ്യൂ, ജനാധിപത്യ രീതിയിൽ നിങ്ങൾ സമരം ചെയ്യൂ. എന്തേ നിങ്ങൾക്ക് യുവാക്കളെ തെരുവിൽ ഇറക്കാൻ കിട്ടുന്നില്ലേ? കിട്ടൂല. കാരണം എന്താ, രാജ്യം പുരോഗതിയിലേക്കാണ് എന്നും ഇവിടെ കഴിവും മികവൊക്കെ ഉള്ള ആളുകൾക്ക് വലിയ അവസരങ്ങളുണ്ട് എന്നുള്ളതും ഇവിടെ സുന്ദരമായ ഒരു രാജ്യമാണ് എന്നൊക്കെ ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനതക്കും ഈ രാജ്യത്തെ ഭൂരിപക്ഷം യുവാക്കൾക്കും അറിയാം. അതുകൊണ്ട് കോൺഗ്രസിന് പോലും ആളെ തെരുവിലിറക്കാൻ കിട്ടുന്നില്ല. പിന്നെയാ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന ഒരു ചൊപ്പ സംഘടന ഇറങ്ങിയിട്ട് ഈ രാജ്യത്തെ അങ്ങ് മൂക്കിൽ കയറ്റുമെന്നൊക്കെ കുറെ മൊണ്ണകൾ പറയുന്നത്. അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊക്കെ വിഡ്ഢികളുടെ സ്വർഗലോകത്തിലാണ്. ഈ രാജ്യത്തിനെതിരെ ഒരു കൂറാച്ചികൾക്കും ഒരു രാജ്യവിരുദ്ധർക്കും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല.